എന്നുള്ള കഥയിലെ പാത്തുമ്മയും ആനുമ്മയും ആയിട്ടാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത്. ആ ആടിന് വല്ലതും കൊടുത്തോ പെണ്ണേ? കഞ്ഞിവെള്ളം കൊടുത്തതാ. ആനുമ്മ, അതേതാ ആട്? ഇത് എന്റേതാ, ഇത്താത്ത തന്നതാ. അപ്പോ അതോ? അത് ഇത്താത്തയുടെ ആടാ. നിന്റെ കാശുണ്ടേ ഒരു 5 രൂപ താ. പാത്തുമ്മയുടെ ആട് കഞ്ഞിക്കലം പൊട്ടിച്ചു. വെള്ളിക്കാക്ക, അത് ആനുമ്മയുടെ ആടായിരിക്കും. എന്റെ ആടല്ല, ഇത്താത്തന്റെ ആടാ. മതി, വെള്ളിക്കാക്ക ഇരിക്കുന്ന കണ്ടില്ലേ? നീ ഒന്ന് അടങ്ങി ഒതുങ്ങി ജീവി. എന്റെ ആടാണെന്ന് നീ എങ്ങനെ അറിഞ്ഞേ? അതൊന്ന് പറഞ്ഞേ. ഞാൻ വെള്ളിക്കാക്ക അറിയാൻ പറയാണ്. ഇത്താത്തയുടെ ആട് വേണമെന്ന് ഉടനെ തന്നെ ഞാൻ എൻ്റെ ആടിനെ അകത്ത് കൊണ്ടുപോയി കെട്ടിയിടും. ഇത്താത്തയുടെ ആട് എൻ്റെ ആടിൻ്റെ പുല്ല് കട്ടു തിന്നു. ഞങ്ങളുടെ കപ്പപ്പുട്ടി കട്ടു തിന്നു. ഞങ്ങളെ കടുംചായ കട്ടു കുടിക്കും. പിള്ളേർക്കാണെങ്കിൽ ഒന്നും തിന്നാൻ കിട്ടില്ല. ഇത്താത്തയുടെ ആട് കട്ടു തിന്നു. മതി, നിന്റെ കക്കാത്തൊരാട്. നിനക്ക് എവിടുന്ന ആട്? അത് ഇത്താത്ത തന്നതാണ്. എടി, ഈ ദുനിയാവിൽ എത്ര ഇത്താത്തമാര് അനുഷ്യത്തിമാർക്ക് ആടുകളെ കൊടുക്കുന്നുണ്ട്? നീ അതൊന്ന് പറഞ്ഞേ. ഓ, എത്രയോ ചേട്ടത്തിമാർക്ക് ചേട്ടത്തിമാർ ആന കൊടുക്കുന്നു. പിന്നെ ഈ വേറെ പോലുള്ളൊരാട്. വലിയ കാക്കുള്ള നിന്റെ നല്ല കാര്യം അല്ലേ, നിന്നെ ഞാൻ വെച്ചേക്കോ. എടി, പഠിച്ചോനെ നിരക്കാത്തതെന്ന് പറയരുത്. എനിക്ക് 2 ആടുണ്ടായിരുന്നു. അതിൽ ഒന്ന് എൻ്റെ പൊന്നനുഷ്യത്തിയായ നിനക്ക് തന്നു. നീ അതൊന്ന് ഓർത്തേ. അതെ, ഖദീജയുടെ കമ്മലിന്റെ കാര്യം മറന്നു. ഇല്ല, ആരും അറിയണ്ട. ഇക്കാക്ക രഹസ്യം പറഞ്ഞത് എന്താ? ഒന്നും പറഞ്ഞില്ലടി. ഇല്ല, എനിക്ക് മനസ്സിലായി. ഞങ്ങളറിയാതെ ഇത്താത്തക്ക് എന്തോ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എടി ഖദീജ, നമ്മളെ ആടിനെ വിളി. ഇങ്ങനത്തെ മൂശേട്ടുകളാണ് ഇവിടെ. നമുക്ക് ഈ വീട്ടിൽ കാലെടുത്ത് കുത്തണ്ട. പോകാം.